മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായനായ ശരത് പവാറിന്റെ അനന്തരവൻ അജിത് പവാറിലേക്കാണ് ഇപ്പോൾ കണ്ണുകൾ നീളുന്നത്. അജിത് പവാറിന്റെ കക്ഷി NCP ഒറിജിനലി ശരത് പവാർ രൂപീകരിച്ച പാർട്ടിയാണ്. അദ്ദേഹത്തെ വെട്ടി ഇപ്പോൾ അജിത് പവാർ ആ പാർട്ടിയുടെ നേതാവായി വിലസുകയാണ്. അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് തന്റെ പാർട്ടി NDA മുന്നണിയിൽ നിൽക്കുന്ന പാർട്ടി BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന തന്റെ ചെറിയ പാർട്ടിക്ക് കേവലം ഒരു MP മാത്രമേ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്ത് വിടാനായിട്ടുള്ളൂ. ഈ പോരാട്ടത്തിൽ NCPകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ യഥാർത്ഥ NCP ആരെന്ന് മഹാരാഷ്ട്രയിലെ ജനം വിധി എഴുതി. അത് തന്റെ രാഷ്ട്രീയ അന്ത്യകാലത്ത് തന്റെ ജീവിതത്തിന്റെ തന്നെ സായാഹ്നത്തിലെത്തി നിൽക്കുന്ന ശരത് പവാറിന് തന്നെയാണ് ജനകീയ അടിത്തറ എന്ന് ഇവർ തമ്മിൽ മത്സരിച്ച സീറ്റുകളുടെ ഫലം കൊണ്ടറിയാം. കേവലം ഒരു സീറ്റുമായി NCP ഒതുങ്ങിയപ്പോൾ മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടോ എന്നതാണ് ചോദ്യം. ഇവിടെ മന്ത്രിസഭയിലേക്ക് എല്ലാ ഘടകകക്ഷികളെയും ഭാരതീയ ജനതാ പാർട്ടി പരിഗണിച്ചു. NCPയെ ഒഴികെ അവർക്ക് വെച്ച് നീട്ടിയത് ഒരു സഹമന്ത്രി സ്ഥാനമാണ്. ലോക്സഭയിൽ കേവലം ഒരു MP മാത്രമുള്ള, രാജ്യസഭയിൽ 2 മെമ്പേഴ്സ് ഉള്ള ആ പാർട്ടി ആഗ്രഹിച്ചത് അതിന്റെ നേതാവ്, സമുന്നതനായ നേതാവാണ്, മുൻ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന പ്രഫുൽ പട്ടേൽ ക്യാബിനറ്റ് റാങ്കോടുകൂടി മന്ത്രിയാകും എന്നായിരുന്നു പ്രതീക്ഷ. ഓർക്കൂ, ജനതാദൾ സെക്യുലർ JDSന് കർണാടകത്തിൽ 2 MP മാത്രമേ ഉള്ളൂ. അവിടെ ദേവഗൌഡയുടെ മകൻ HD കുമാരസ്വാമിക്ക് ക്യാബിനറ്റ് പദവി കൊടുത്തിരിക്കുകയാണ്. അപ്പം ക്യാബിനറ്റ് പദവി ഒരുപക്ഷെ ചെറിയ കക്ഷികളുടെ നേതാക്കൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ NCPയുടെ നേതാവ് പ്രഫുൽ പട്ടേൽ മുൻ ക്യാബിനറ്റ് മന്ത്രിയാണ്, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ്, കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ NCP വിലപേശാൻ നോക്കി. മറ്റ് കക്ഷികളൊക്കെ ഓർക്കൂ, ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശത്തിന് 16 MP അവിടെ ആകെ ഒരു ക്യാബിനറ്റ് മന്ത്രി പദവും ഒരു സഹമന്ത്രി പദവും മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ക്യാബിനറ്റ് വികസിപ്പിക്കുമ്പോൾ മന്ത്രിസഭാ പുനഃസംഘടനയിൽ കൂടുതൽ പ്രാതിനിധ്യം ആന്ധ്രയ്ക്ക് ലഭിച്ചേക്കാം. ആന്ധ്രാപ്രദേശിന് ഒരുപക്ഷെ അമരാവതി ക്യാപിറ്റലായിട്ടുണ്ട്, അതിനുള്ള കേന്ദ്ര സഹായം കൂടുതലായി ലഭിക്കുക. ഒരു ആന്ധ്ര പാക്കേജ് ചന്ദ്രബാബു നായിഡു വിലപേശി നേടിയേക്കാം. മന്ത്രിസ്ഥാനത്തിന് ഉപരിയായ ആഗ്രഹങ്ങൾ ചന്ദ്രബാബു നായിഡുവിനുണ്ട്. അതുപോലെ നിതീഷ് കുമാറിന് ബീഹാറിന് വേണ്ടി കടുത്ത വിലപേശൽ, മന്ത്രിസ്ഥാനം 2 ഉള്ളൂ, അതിനുപരിയായി മറ്റ് വിലപേശലുകൾ നടത്താൻ സാധിക്കും. 5 MP ഒരു മന്ത്രി എന്നതായിരുന്നു ഫോർമുല. പക്ഷെ അതെല്ലാ കാര്യത്തിലും പാലിക്കാൻ പറ്റിയിട്ടില്ല. ജിതിൻ റാം മാഞ്ചി, ബീഹാറിലെ നേതാവ്, അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അവാം പാർട്ടി ഒരു ഇതേയുള്ള അനുപ്രിയ പട്ടേൽ, 2 പേര് മാത്രമുള്ള അപ്നാദൾ ഉത്തർപ്രദേശിൽ ഒരു മന്ത്രി ലഭിച്ചിരിക്കുന്നു. രാംവിലാസ് പാസ്വാന്റെ കക്ഷിക്ക് 5 MP രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ ലോക് ജനശക്തി പാർട്ടിയുടെ കെയർ ഓഫിൽ മന്ത്രിസഭയിൽ എത്തിയിരിക്കുന്നു. ഇങ്ങനെ സീനിയോറിറ്റി നോക്കിയിരിക്കുന്നു, എണ്ണം മാത്രമല്ല നോക്കിയിരിക്കുന്നത്. നരേന്ദ്രമോദി വളരെ ബാലൻസ്ഡ് ആയ ഒരു ക്യാബിനറ്റ് അല്ലെങ്കിൽ മന്ത്രിസഭ രൂപീകരിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ആകെയുള്ള കല്ലുകടി, പുത്തരിയിലെ ചെറിയ കല്ലുകടി, വലിയ കല്ലുകളിയായി അതിനെ കാണാനാവില്ല. NCP മന്ത്രിസഭയിൽ ചേരാൻ വിസമ്മതിച്ചിരിക്കുന്നു. മന്ത്രിസഭയിൽ ചേരാൻ ക്ഷണമുണ്ടായിരുന്നു, പക്ഷെ ആ ക്ഷണം സ്വീകരിക്കാൻ അജിത് പവാറും തന്റെ പാർട്ടിയും തീരുമാനിച്ചില്ലാതെ വേണ്ട എന്നാണ് തീരുമാനം. ഇത് വിലപേശലിന്റെ ആദ്യഘട്ടമാണോ എന്നതാണ് ചോദ്യം. NCP നമുക്കറിയാം മഹാരാഷ്ട്രയിലെ ഒരു സാന്നിധ്യമാണ്. പ്രത്യേകിച്ച് ഷുഗർ കോഓപ്പറേറ്റീവ്സ്, പഞ്ചസാര മേഖലയിലെ മധ്യ മഹാരാഷ്ട്രയിലെയും മറാത്ത്വാദയിലെയും പ്രത്യേകിച്ച് ബാരാമതിക്ക് ചുറ്റുമുള്ള വളരെ വലിയ പഞ്ചസാര മില്ലുകൾ, കരിമ്പും തോട്ടങ്ങൾ, ഇവിടെ എല്ലാം കോഓപ്പറേറ്റീവ്സ് ഉണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയൊക്കെ ഉള്ള ഒരു പാർട്ടിയാണ് NCP. പക്ഷെ NCP 2ആയി നിൽക്കാനുള്ള ആരോഗ്യം ഇപ്പോൾ ആ പാർട്ടിക്ക് ഇല്ല എന്നാണ് കാണുന്നത്. ആത്യന്തികമായി NCPയുടെ 2 വിഭാഗങ്ങളും ഒരുമിക്കാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ശിവസേനയുടെ 2 വിഭാഗങ്ങൾ ഒരുമിക്കാനുള്ള സാധ്യതയും കാണുന്നു. പ്രത്യയശാസ്ത്രപരമായി ശിവസേനയ്ക്ക് ഒരുമിച്ച് നിൽക്കാവുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് മാത്രമാണ്. പവർ ഷെയറിംഗിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായതുകൊണ്ടാണ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ പാർട്ടി ആ മുന്നണി വിട്ടു പോവുകയും മുഖ്യമന്ത്രി പദം കോൺഗ്രസിനോടും NCPയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പദം സ്വീകരിക്കുകയും അത് BJP പാലം വലിച്ച് ആ പാർട്ടിയെ തന്നെ പിളർത്തി, NCPയെ മാത്രമല്ല ഉദ്ധവിന്റെ ശിവസേനയും പിളർത്തി 2ആക്കി മാറ്റി ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രി പദത്തിലെത്തിച്ച്. പക്ഷെ ഓർക്കൂ, ഇവിടെ വിഷയം മഹാരാഷ്ട്രയാണ്. ഉടനടി തെരഞ്ഞെടുപ്പ് നടക്കേണ്ട, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ഇനി നടക്കേണ്ട 2 സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ, ഒന്ന് ഹരിയാനയാണ്. അവിടെയും BJP വെല്ലുവിളി നേരിടുന്നു. കർഷക പ്രക്ഷോഭം, ജാട്ടകളുടെ പ്രതിഷേധം എന്ന് വേണ്ട, ഗുസ്തി താരങ്ങൾ എന്ന് വേണ്ട, ഹരിയാനയിൽ ഒരുപിടി പ്രശ്നങ്ങളുണ്ട്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് അപ്രതീക്ഷിതമായിരുന്നു.
മഹാരാഷ്ട്രയിലെ 48 സീറ്റുകളിൽ മഹാഭൂരിപക്ഷം സീറ്റുകളും നേടിയത് ഇന്ത്യ മുന്നണിയാണ്. അതിൽ തന്നെ ഏറ്റവും എണ്ണത്തിൽ 13 സീറ്റുകൾ നേടിയ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായത് കോൺഗ്രസ് പാർട്ടിയാണ്. ഉദ്ധവ് താക്കറെയുടെ പാർട്ടിക്ക് 9 സീറ്റുകൾ, അതുപോലെ അവരുടെ സഖ്യകക്ഷിയായ ശരത് പവാറിന്റെ കക്ഷിക്ക് പോലും 6 സീറ്റുകൾ ലഭിച്ചു. അതുകൊണ്ട് ഇന്ത്യ മുന്നണി 33 സീറ്റുകളുമായി ശക്തമായ സാന്നിധ്യമായി മഹാരാഷ്ട്രയിൽ. അവിടെ ഒരുപക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ള ഈ കക്ഷി, ചെറിയ കക്ഷിയെങ്കിലും അജിത് പവാറിന്റെ NCPയെ തുച്ഛീകരിച്ച് കാണാൻ ആവുമോ, അതിനുള്ള ആരോഗ്യമുണ്ടോ എന്നാണ് സംശയം. ഇവിടെ എനിക്ക് ലഭിക്കുന്ന ഒരു സൂചന എന്ന് പറയുന്നത്, ഒരു സാധ്യത, സൂചനയല്ല, ഒരു സാധ്യത, ഞാൻ കാണുന്ന ഒരു സാധ്യത, BJPക്ക് മഹാരാഷ്ട്രയിൽ ഭരണത്തിൽ എത്തണമെങ്കിൽ BJP ആയിരിക്കില്ല, ശിവസേനയുടെ ഉദ്ധവ് താക്കറെയും ഷിൻഡെയെ വിഭാഗങ്ങളെ ഒരുമിച്ച് ലയിക്കാൻ സമ്മതിക്കുകയും ഉദ്ധവ് താക്കറയെ തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ശിവസൈനികരുടെ സാന്നിധ്യം പൂർണ്ണമായി തിരിച്ചുപിടിക്കുകയും ചെയ്താൽ BJP ശിവസേന കോമ്പിനേഷൻ ഇന്നും ഒരു വിന്നിംഗ് ഫോർമുലയാണ് മഹാരാഷ്ട്രയിൽ. അതുകൊണ്ട് ആ രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നിലയിൽ ശ്രീ ഉദ്ധവ് താക്കറെ അതിശക്തമായ BJP വിരുദ്ധതയും ഒക്കെയാണ് ഇന്ത്യ മുന്നണിയിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ ഓരോ ചെറുചലനവും NCPയിലെ ഈ പൊട്ടിത്തെറി ഉൾപ്പെടെ, ചെറിയ ഒരു കല്ലുകടി ഉൾപ്പെടെ എല്ലാം തന്നെ ഇനിയുള്ള മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെയും അതുവഴി ആത്യന്തികമായി ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കൊയലീഷൻ പൊളിറ്റിക്സിന്റെ, NDAയുടെ ഇപ്പോഴത്തെ മോദി 3.0 അതിന്റെ കെട്ടുറപ്പിനെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ചെറിയ ക്യാൻസറിന്റെ വിത്താണ് മഹാരാഷ്ട്രയിൽ പാകപ്പെട്ടത്. അത് ആദ്യം തന്നെ മുളയിലേ ഞുള്ളാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരുപക്ഷെ ഈ അസംതൃപ്തി ചെറിയ ഘടകകക്ഷിയുടെ ഈ അസംതൃപ്തി മറ്റ് വലിയ ഘടകകക്ഷികളിലേക്കും വ്യാപിക്കുകയും അത് ഒരു പൊട്ടിത്തെറിയിൽ കലാശിക്കുകയും ഒക്കെ ചെയ്താൽ മൂന്നാമത്തെ മോദി സർക്കാരിന്റെ ഭാവി തുലാസിലാവും. അങ്ങനെ ഉള്ള കാര്യമായ സൂചനകൾ ഒന്നും തന്നെയില്ല. ഈ ചെറിയ ഒരു സൂചനയെ മാത്രം എടുത്താണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്.